ഹലോ, എല്ലാവർക്കും എൻ്റെ സന്ധ്യ കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ കുഞ്ഞാവ വന്നു കേട്ടോ. കുഞ്ഞാവിനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു. വീട്ടിൽ വന്ന് കയറിയുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ കാപ്പി ഉണ്ടാക്കാൻ പോകുന്നു. പാലാദ്യം തിളപ്പിച്ചെടുത്തിട്ട് കാപ്പി ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോ എൻ്റെ സന്ധ്യ കിച്ചൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ. കാരണം ഇന്നിപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ നാളത്തേക്ക് ഇത് അപ്ലോഡ് ആവുള്ളൂ. അപ്പോൾ പാലിവിടെ നിന്ന് തിളക്കട്ടെ കേട്ടോ. പാലെടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും കഴുകിയെടുക്കണം. അതിന് മുമ്പ് പാത്രങ്ങൾ തേച്ച പാത്രങ്ങൾ ഉണങ്ങിയിരിക്കുന്നുണ്ട്. അത് സ്റ്റാൻഡിലേക്കൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം പാത്രം തേച്ച് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് ഞാൻ കറിക്ക് അയില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചട്ടിയിലിട്ട് വെള്ളം ഒഴിച്ച് വെക്കുവാണ്. മനസ്സിലാവില്ല. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇത് അയില വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അയില ചട്ടിയിലിട്ട് വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം പാത്രം കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാത്രം കഴുകി വന്നപ്പോഴേക്കും പാല് തിളച്ചിട്ടുണ്ടായിരുന്നു. മോൻ ഓഫ് ചെയ്തു. പിന്നെ കുറച്ച് പാല് കുഞ്ഞിന് പഞ്ചസാര ഇട്ട് എടുത്ത് വെക്കുവാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് രാവിലെ കാപ്പി വെച്ചതുണ്ട്, നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തിട്ട് പാലും കൂടി ചേർത്ത് മിക്സാക്കി പാൽ കാപ്പി ഉണ്ടാക്കിയെടുക്കുവാണ്. കുഞ്ഞിനുള്ള പാല് മധുരം ഇട്ട് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കാപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ, കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും മോനും കൂടി കാപ്പി കുടിക്കാൻ പോവാണ് കേട്ടോ. അതിന് മുമ്പായിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് വെള്ളം വീണിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കളയട്ടെ, പാലെടുത്തതും അല്ലാണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് കാപ്പി ഇത് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്ത് 2 ഗ്ലാസ്സിൽ ഒഴിച്ചെടുത്തിട്ടോ. പിന്നെ കുഞ്ഞിൻ്റെ പാല് കുപ്പിയിലാക്കിയിട്ട് കുഞ്ഞിന് കൊടുത്തു. എന്നിട്ട് ഞാനെൻ്റെ കാപ്പി കുടിക്കുവാണേ. കാപ്പി ഒന്ന് കുടിച്ചിട്ട് ബാക്കി അവിടെ വെച്ചേക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇതേ അയില വെട്ടിയെടുക്കട്ടെ. പാത്രം കഴുകൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞുമാവ പാല് കൊടുത്ത് അത് കുടിച്ചുകൊണ്ട് ഇത് എന്നെ അന്വേഷിച്ച് വന്നു കേട്ടോ. കുഞ്ഞുമാവനെ അപ്പുറത്ത് കൊണ്ട് ഇരുത്തിയതിന് ശേഷം ഞാൻ അയില വെട്ടുവാണ്. അയില വെട്ടിക്കഴിഞ്ഞ് പുറത്തുകൊണ്ടുപോയി കഴുകി കൊണ്ടുവച്ചേട്ടോ. കുഞ്ഞാവ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുവായിരുന്നു കേട്ടോ. പിന്നെ അതേ ഇപ്പോൾ അപ്പുറത്തേക്ക് പോയി അയില വെട്ടി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാപ്പി കുടിക്കുകയാണ്. പിന്നെ അതേ മാങ്ങ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങയും മുളകും ഇഞ്ചിയും എല്ലാം കൂടി അരിഞ്ഞിട്ടിട്ട് മുളക് ചാറ്, നല്ല എരിവിൽ മുളക് ചാറ് വെക്കാൻ പോവാണ് കേട്ടോ. കുഞ്ഞുമാവ ഇടയ്ക്ക് ഫ്രണ്ടിലോട്ട് പോയെങ്കിലും പിന്നെയും തിരിച്ച് എൻ്റെ അടുത്തോട്ട് തന്നെ വന്നു കേട്ടോ. എന്നിട്ട് കുഞ്ഞാവ അവിടെ നിന്നിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുവാണേ. അങ്ങനെ ഞാൻ അയിലയിലേക്ക് ഇഞ്ചിയും പച്ചമുളകും മാങ്ങയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കറി സ്റ്റവിലേക്ക് കയറ്റും കേട്ടോ. വറുക്കുന്നില്ല, കറി മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ ഇതേ കറി അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട്. കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹായ്. അപ്പോൾ നമ്മുടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വൈകുന്നേരത്തെ ജോലിയെല്ലാം ഇതോടുകൂടി തീർന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ സന്ധ്യ കിച്ചൺ വ്ലോഗ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.